അമ്മ ഉറങ്ങിയില്ലേ? അമ്മേ, നീ എന്റെ മകനായി ജനിച്ചതിൽ ഞാൻ അഹങ്കരിച്ചു. ഇപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടി. ശിക്ഷയോ? ഇല്ലമ്മേ. എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ രമേശ. ഞാൻ അങ്ങനെ ചെയ്യൂ അമ്മേ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരു ബുദ്ധിമോശം പറ്റി. എല്ലാവരെയും ഒന്നിച്ച് കണ്ടപ്പോൾ എന്റെ നാവ് അനങ്ങില്ല. എല്ലാം മനസ്സിലാക്കിയ മട്ടിൽ അവരിറങ്ങി പോവുകയും ചെയ്തു. ലേഖയുടെ അച്ഛനെ ആ കൂട്ടത്തിൽ കണ്ടപ്പോൾ സമനില വീണ്ടെടുക്കാൻ തന്നെ കുറെ സമയമെടുത്തു. അമ്മ എന്നെ അവിശ്വസിക്കരുത്. എന്റെ മനസ്സും ശരീരവും ശുദ്ധമാണമ്മേ. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഈ വീട്ടിൽ ഞാൻ തനിച്ചു കഴിഞ്ഞിട്ടില്ല. അകത്തിരിക്കാൻ പേടിച്ചിട്ട ഞാൻ ഇവിടെ വന്നിരുന്നത്. അതെന്താ? പോയി, എല്ലാരും പോയി. ലേഖ പോയ അമ്മേ? അവളുടെ അച്ഛൻ അവളെ കൊണ്ടുപോയി. ഇല്ല, രമേശൻ ഒരു തെറ്റും ചെയ്തില്ല. എല്ലാം എന്റെ കുറ്റമാ. എന്റെ മകൾക്ക് നല്ല ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛൻ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ വലിയ സത്യമൊന്നും എനിക്ക് അറിയണ്ടോ. അച്ഛൻ എന്ത് കണ്ടെന്നാ പറയുന്നത്? ഞാൻ മാത്രമാണോ? എല്ലാവരും കണ്ടില്ലേ? ആരും ഒന്നും കണ്ടിട്ടില്ല. കാണാൻ മാത്രം ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു. രക്ഷിച്ചോളൂ, ഇനിയും പോയി രക്ഷിച്ചോളൂ. പക്ഷേ എന്റെ മോളെ താൻ രക്ഷിച്ചിടത്തോളം മതി. അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ വാ, അല്ലെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അസനിക്ക, സഫിയാത്ത, പിന്നെ ആ കുട്ടി. സത്യം എല്ലാം അവര് പറയും. അവരെ കൊണ്ട് താൻ പറയിപ്പിക്കുന്ന നുണകളൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ ധരിക്കണം, അല്ലേ? അച്ഛാ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഇയാളോട് നമുക്കിനി എന്താ മോളെ സംസാരിക്കാനുള്ളത്? അതല്ല അച്ഛാ, ഇവിടെ ഇത്രയും പറഞ്ഞല്ലോ. എനിക്ക് മാത്രമേ ചിലത് ചോദിക്കാനുണ്ട്. പിന്നീട് ചോദിക്കാൻ അവസരം കിട്ടില്ലല്ലോ. പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ അവസരം കിട്ടില്ല എന്ന് ലേഖ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ പരസ്പരമുള്ള ധാരണ, തിരിച്ചറിവ്, സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഇതൊക്കെ ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. എന്നോട് കാണിച്ച സ്നേഹവും ഇഷ്ടമൊക്കെ വെറും അഭിനയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു രഹസ്യം സൂക്ഷിക്കാത്ത രമേശ് ചേട്ടൻ ഈ കുട്ടിയുടെ കാര്യം എന്താ എന്നോട് പറഞ്ഞില്ല? അത് അമ്മ പറഞ്ഞു. അമ്മയോടല്ല, രമേശ് ചേട്ടനോടാ ഞാൻ ചോദിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും അമ്മയും അച്ഛനും അല്ല, ഭാര്യയാണ്. അങ്ങനെ തന്നെ തിരിച്ചും. പതിവില്ലാത്ത ഒരു ദിവസം രാത്രി വീട്ടിൽ വരാതെ ചോദിച്ചപ്പോ ജീപ്പ് കേടാ എന്ന് രമേശ് ചേട്ടൻ നുണ പറഞ്ഞു, ഇല്ലേ? അത് ഒരാൾ നുണ പറയേണ്ടി വരുന്നത് തെറ്റുകൾ ചെയ്യുമ്പോഴാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അസനിക്ക കൊടുത്തയച്ച ആ കത്തിൽ പറഞ്ഞ രജനിയല്ലേ ഈ പെണ്ണ്? അവൾക്ക് സാരി വാങ്ങാൻ പോയപ്പോഴല്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് വത്സല ടീച്ചർ രമേശ് ചേട്ടനെ കണ്ടത്? എനിക്ക് നിങ്ങളുടെ മുഖം ഇനി കാണണ്ട. എന്നെ നിങ്ങൾ ചതിച്ചു. നിർത്ത്. എന്നെ പറ്റി എന്താ നീ വിചാരിച്ചേ? കുറെ നുണകൾ പറഞ്ഞു പിടിപ്പിച്ച് നിന്റെ മനമയക്കം വന്ന പെൺകൊന്നാണെന്നോ? എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല, എന്റെ മനസാക്ഷി അല്ലാതെ. ഒരേ സമയത്ത് രണ്ടുപേരെ ഭാര്യമാരാക്കുന്നതാണോ നിങ്ങളുടെ മനസാക്ഷി? ലേഖേ, ഇല്ല. എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോ ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ദൈവത്തിന്റെ മുമ്പ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കത് മതി. നിനക്കെങ്കിലും അത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സ്നേഹമുള്ളിടത്തെ വിശ്വാസം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഓർത്തില്ല. അവിശ്വാസത്തോടെ ഒന്നിച്ച് ജീവിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ആവുമ്പോൾ. ലേഖയുടെ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കാണേണ്ടി വരും, ഒരു വക്കീലിന്റെയോ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച്. രമേശൻ നേരെ നാട് വിട്ടോ കുറുപ്പേ? വല്ലയിടത്തും പോയി ഇനി കുറുപ്പ് ഒരു പെണ്ണെ കെട്ട്, ഒരു ജോലി ആവട്ടെ. നായരിന് കട തുറക്കുന്ന മട്ടില്ല.
ഇവിടെ കുറിപ്പേ നല്ല ചാരായം ഗ്ലാസ് എടുക്കട്ടെ. ചാരായം തന്നെ കൊണ്ടുപോണോ? ചാരായം 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 ചാരായം. എങ്ങനെയുണ്ട് സുശീല? കുഴപ്പമൊന്നുമില്ല സാറേ. ഞാൻ വീണ്ടും ചാരായ കച്ചവടം തുടങ്ങിയത് ആളുകൾ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. ഒരു പരസ്യമാവുന്ന ഒരു ലേശം ഒന്ന് അലയേണ്ടി വരും. ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം. അത് മതി, ഞങ്ങൾ അല്പം തിരക്കില. പല സ്ഥലത്തും കളവും പിടിച്ചുപറിയും നടക്കുന്നതായി പരാതി വരുന്നുണ്ട്. നാട് നന്നാകാൻ തുടങ്ങി. വരട്ടെ. ഓ ശരി. ലേശം മൂടിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പാടും. വണ്ടി വിട്. നല്ല കള്ളച്ചാരായം, നല്ല കള്ളച്ചാരായം, നല്ല വാറ്റിയാരായം, നല്ല വാറ്റിയാരായം. ഓ നല്ല വാറ്റിയാരായം. ഇന്ന് കട തുറക്കാന്ന് വെച്ചു. വെറുതെ പൂട്ടിയിട്ട് അങ്ങനെ ഒരു നഷ്ടം വരുന്നുണ്ടല്ലോ. ഞാൻ ആലോചിക്കുകയായിരുന്നു ലേഖയുടെ വീട് വരെ ഒന്ന് പോയാലോ എന്ന്. വേണമെങ്കിൽ ഞാൻ അവരുടെ കാല് പിടിച്ച് പറയാം. എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞതുപോലെ അവളുടെ മനസ്സിലൊരു തീപ്പൊരി വീണ് കഴിഞ്ഞു. എന്നെ അവൾ മനസ്സിലാക്കുന്നില്ല. അമ്മയ്ക്കറിയില്ല, എന്റെ എല്ലാ സ്നേഹവും ഞാൻ അവൾക്ക് കൊടുത്തു. പക്ഷേ ഇതുകൊണ്ട് വേറെ നേട്ടങ്ങളുണ്ടായി. ഇത്രയേ ഉള്ളൂ ലോകം എനിക്ക് മനസ്സിലായി. ഞാൻ മഹാനാണ്, ദൈവാണെന്ന് പറഞ്ഞവരൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്നെ തള്ളി പറഞ്ഞു. ആർക്കും സത്യം അറിയണ്ട. ഇനി അത് ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പിരിയുന്നതാണ് നല്ലതെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അവൾ എതിർത്തില്ലല്ലോ. അത് തന്നെയാ നല്ലത്. സാരല്ലമ്മേ, ഈ മുറിവടങ്ങാൻ ചിലപ്പോ കുറച്ച് സമയം എടുത്തെന്ന് വരും. കാരണം എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടായിരുന്നല്ലോ. എത്രയും വേഗം ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. ആ ആരായത്? ഇരിക്കൂ. വീട്ടിൽ വരുന്ന അതിഥികൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖാണോ? ഒരാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ആണോ? അതൊരു വലിയ കാര്യമാണല്ലോ. എന്നാലും ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിച്ചത് കുട്ടിയാ. അനാഥ പെൺകുട്ടി, ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തുലഞ്ഞു പോയെങ്കിലും കുട്ടിക്ക് ജീവിക്കാൻ ഒരു വഴി തുറന്നു കിട്ടിയല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. കുടിക്കാൻ ചായ കാപ്പിയോ? ആ എല്ലാരും ഉണ്ടല്ലോ. ഈ ബലാലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇവന്റെ നുണ. ഈ പൊല്ലാപ്പിനെല്ലാം കാരണം ഇവൻ ഒരുത്തനാ. അല്ല സഫിയാത്ത, ഹസനക്ക എന്നെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാരും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. 2 ആഴ്ചക്കുള്ളിൽ ഈ കുട്ടിന്റെ വിസ വരും. അബ്ദുള്ള കുട്ടിയുടെ ഫോൺ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? വളരെ വളരെ സന്തോഷം. ഇവളെ പറ്റി ഇനി എന്റെ മുമ്പ് ബേജാറാവണ്ട. അബുദാബി പോണ വരയ്ക്കും ഇവളെ ഞമ്മള് നോക്കിക്കോളാം. എനിക്കിനി ഒരു ബേജാറുമില്ല സഫിയാത്ത. ഞാനും എന്റെ ഭാര്യയും പിരിയാൻ തീരുമാനിച്ചു. നിങ്ങൾ വരി, ഒരു കാര്യം പറയാം. ഇനി എന്ത് രഹസ്യ ഹസനക്ക? നിങ്ങൾ വരി നേരെ പറയട്ടെ. കൊത്തിയ പാമ്പ് തന്നെ വിഷമിറക്കണം എന്ന് ശാസ്ത്രമുണ്ടല്ലോ. ഞങ്ങളതങ്ങ് ചെയ്തു. ആ കുട്ടീന്റെ മനസ്സിൽ ഇപ്പൊ ഒന്നുമില്ല. കാർമേഘങ്ങളില്ലാത്ത ആകാശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതന്നെ. വരൂ. അറിയാതെയാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ ഉണ്ടാക്കി. മാപ്പ്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ലക്ഷ്യത്തിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ഉണ്ടാവുമെന്ന്.